ആകെ 5 മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, അത് വസ്തുതയല്ല. 5 മിനിറ്റാണ് കണ്ടത്. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നോ? നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? ആരെയൊക്കെയോ ഔട്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച PV അൻവർ ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നടപടിയെടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ അൻവറിന്റെ വാർ ഗ്രൂപ്പിന് സർക്കാരിന്റെ പിന്തുണയില്ലെന്ന് ഉറപ്പായി. ഇനി വിക്കറ്റ് വീഴുക അൻവറിൻ്റെതാണോ എന്നാണ് സംശയം. ഫോൺ ചോർത്തൽ നടത്തിയ അൻവറിൽ ഗവർണർ റിപ്പോർട്ട് തേടിയത് അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇനി അതും സംഭവിക്കാം. അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. അതെ അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ. അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ. അതാണ് ഏറ്റവും നന്നാവുന്നത്. അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവഗണിച്ചതും അൻവറിന് തിരിച്ചടിയായി. മാത്രമല്ല, P. ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കി. ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ പ്രതിക്കൂട്ടിലായി. അതിനാൽ അൻവറിനെ കൈയൊഴിയാനായിരുന്നു മുഖ്യമന്ത്രിയുടെ തീരുമാനം. അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. CPM സ്വതന്ത്ര MLA ആയ അൻവർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴെല്ലാം സർക്കാർ അന്വേഷണം നടത്തി. എന്നാൽ പാർട്ടിക്കും സർക്കാരിനും വഴങ്ങാതെ പുറത്തിറങ്ങിയ അൻവർ ഇപ്പോൾ സ്റ്റംപിഡായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.